താങ്ക് യു KSRTC. ഓക്കെ, ഒരു വൈബായിരുന്നു. ഒരുപാട് ടൂറ് ഞാൻ പല ബസ്സുകളിലും മറ്റുമായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഹൃദ്യമായ ഒരു സമീപനമായിരുന്നു ഈ KSRTCയിൽ നിന്നുണ്ടായത്. എന്തായാലും നമ്മളെ KSRTCക്ക് നമുക്കൊരു ക്ലാപ്പ് കൊടുക്കാം. ജീവിതത്തിൽ ഇവിടെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നത് ആകെ 2 പേര്. ഇന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പം 2 പേരല്ല, 48ഓളം പേരാണ് പരിചിതരായത്. ഇത് KSRTC തന്ന സമ്മാനമാണ്. വീണ്ടും ഒരു ക്ലാപ്പ് കൊടുക്കൂ. താങ്ക് യു KSRTC. ഇത്ര മനോഹരമായ അനുഭവം. നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും ഈ KSRTCൻ്റെ പൊട്ട ബസ്സിൽ കയറിയിട്ട് എങ്ങനെയാ, പക്ഷേ ഈ ബസ്സിൽ നമുക്ക് വളരെ കംഫോർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റി. മറ്റൊരു ബസ്സിലാണെങ്കിൽ സീറ്റ് അടുത്തിരിക്കും, എന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഛർദ്ദിക്കാനുള്ള സെൻസേഷനും മറ്റും വരും. അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. പുറമേ ഉള്ള മോഡിഫിക്കേഷൻ അല്ല ഒരു ബസ്സിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഉള്ളിലുള്ള കംഫോർട്ടാണ്. അത് KSRTC തന്നു. അതിനേക്കാൾ ഉപരി വളരെ ഹൃദ്യമായ സമീപനം. ഒരു കുടുംബത്തെയാണ് നമുക്കിന്ന് ഇവിടുന്ന് ലഭിച്ചു പോകുന്നത്. വളരെ സ്നേഹസമ്പന്നമായ ഒരു കുടുംബം. ഒരുപാട് പേരോട് ഞാൻ തമാശ രൂപത്തിൽ പലതും പറഞ്ഞിട്ടുണ്ട്. പലരെയും ഞാൻ കളിയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ സോറി ഞാൻ പറയുന്നില്ല അല്ലേ. നമ്മളിന്ന് കിലുക്കത്തിലെ നമ്മളെ സൈക്കോളജിസ്റ്റിനോട് ഞാൻ പറഞ്ഞു, കിലുക്കത്തിലെ രേവതി വരുമ്പോഴാണ് നിന്നെ കണ്ടിട്ടുണ്ട്. അതൊരു വിമർശനമല്ല. നിങ്ങളൊക്കെ നമ്മളെ ഒരു കുടുംബത്തിലെ ബന്ധുവിനെ പോലെ ആയതുകൊണ്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയതാണ്. തീർച്ചയായിട്ടും KSRTCക്ക് 1000 നന്ദി പറയാണ്. ഓക്കെ, വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുക്കൂ. KSRTCയുടെ ടൂർ ഇനി ഒരു ബസ്സിലല്ല ഒതുങ്ങാം. ഒരു ബസ്സിലല്ല. ഇന്ന് ഈ നിലമ്പൂർ ബസ്സിൽ നിന്ന് വരുമ്പം എന്നോട് KSRTCയിൽ വരണമെന്ന് പലപ്പോഴും പറയായിരുന്നു. ഇന്നലെ അപ്രതീക്ഷിതമായിട്ടാണ് വീണ് കിട്ടിയത്. ഒരു ചാൻസ് വീണ് കിട്ടിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഇപ്പം KSRTC പോയിട്ട് വല്ല വൈബൊന്നും ഉണ്ടാവില്ല, ആകെ ഒരു ചടപ്പിക്കൽ യാത്ര ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോകുമ്പം സൂപ്പർ. എന്തിനുപരി നമ്മുടെ പ്ലാനിങ്, ഈ ഒരു ടൂറിൻ്റെ പ്ലാനിങ് സമ്മതിച്ചേ പറ്റുള്ളൂ. 3 ലൊക്കേഷനും കൃത്യസമയത്ത് സമയനിശ്ചിതമായിട്ട് ആസ്വദിക്കാൻ പറ്റി. അവസാനത്തെ ലൊക്കേഷനിൽ നമുക്ക് 30 മിനിറ്റ് അധികമാണ് കിട്ടിയത്. ഒരു ടൂറിനും അത് കിട്ടാറില്ല അല്ലേ, ഇതൊക്കെ സമ്മാനിച്ച KSRTCക്കും നമ്മളെ വൈബ്സിനും ഒരു താങ്ക് യു പറയാണ്. ഇതുപോലെ എനിക്കൊരു സംശയം ഞാൻ നിന്ന് പറയണ്ടായി. ഇനിയിപ്പോൾ ഫാമിലി ടൂറൊക്കെ പോവുകയാണെങ്കിൽ നമുക്കൊരു KSRTC ബസ് മൊത്തമായിട്ട് ബുക്ക് ചെയ്താൽ പോരെന്നാണ് ഞാൻ ചോദിച്ചത്. എന്തിനാ ഇപ്പോൾ വല്ലാതെ വേണ്ടി ബുക്ക് ചെയ്യുന്നത്? ഓക്കെ, എൻജോയ്. എല്ലാവർക്കും ഞാൻ എന്താ പറയുക, ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ചിലരൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്നാൽ തീർച്ചയായിട്ടും തിരിച്ചറിയും. ഒരു കുടുംബാംഗത്തെ പോലെ തന്നെയായിരിക്കും പെരുമാറുക. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ നമ്മളിപ്പോൾ അല്ലാതെ വേറെ ടൂർ പോകണം, നമ്മളെല്ലാവരും പരിചിതരായിരിക്കും. ഇന്ന് ഇവിടുന്ന് പുതിയ പരിചയമാണ് കിട്ടിയത്, പുതിയ എക്സ്പീരിയൻസ് കിട്ടി, ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അല്ലേ. ഓക്കെ, താങ്ക് യു KSRTC. നമുക്ക് ഏതായാലും ഒരു ലാഫ്റ്റർ യോഗ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം.